ഹലോ ഗൈസ്, മേജോ എഫ് കെ പിലോപ്പി കറി റെഡിയാക്കാം. ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോഴേക്കും വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, ഇതൊക്കെ അരിഞ്ഞ് ഈ ചട്ടിയിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് മീൻസ് നല്ലോണം വാട്ടിയെടുക്കണം. അത് വാടാനായിട്ട് നമുക്ക് 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മസാല കുടംപുളി 2 കഷ്ണം, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ഈ മൂത്ത മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. മൂത്ത മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഇത്തിരി ഉപ്പ് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് നമ്മൾ അഡ്വാൻസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് മൂടി വെക്കാം. ഇതുപോലെ മൂടി വെച്ച് നല്ലോണം വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി തിന്നാത്ത പിള്ളേരുകളുണ്ടെങ്കിൽ അവർക്കത് കടിച്ചാൽ പറ്റില്ല. അപ്പോൾ അവർക്കിട്ട് കൊടുക്കുന്ന ഒരു നൈസ് പണിയാണത്. അതായത് പേസ്റ്റാക്കുക, കറി വെക്കുക. അതാകുമ്പോൾ പുട്ടിൻ്റെ കൂടെയൊക്കെ ചേർത്ത് അടിച്ചോളല്ല. അപ്പോൾ ഇതുപോലെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതും നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ട്രിക്ക് പരിപാടിയാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും തിന്നാത്ത പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനം. അപ്പോൾ അതുപോലെ വെണ്ടക്കക്കറി ഉണ്ട്, അങ്ങനെ ഒരുപാട് തരം കറികളൊക്കെ ഉണ്ട് പിള്ളേർ കഴിക്കാത്ത. അപ്പോൾ അവർക്കിട്ട് നമുക്കത് ഇന്ന സാധനമാണെന്നും പറഞ്ഞത് തീറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് മാറ്റി പിടിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയകളൊക്കെ നമ്മൾ ഇറക്കണം. അതിൽപ്പെട്ടൊരു ഐഡിയയാണ് ഈ പിലോപ്പിക്കറിയിൽ നടത്തിയേക്കണത്. സംഭവം സക്സസ് ആവും. കാരണം ഇത് അറിയില്ലല്ലോ അവർക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണമെന്നത്. അവർ വലുതാവുമ്പോഴല്ലേ അത് അറിയുള്ളൂ എന്ത് സാധനം വരുന്നു എന്നുള്ളത്. അപ്പോഴേക്കും അവരതൊക്കെ കഴിക്കാനുള്ള പ്രായവും. ഇപ്പോൾ അവർക്കത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാല് വേദന, മുട്ടുവേദന, ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് മരുന്ന് മേടിക്കാൻ ആൾക്കാരുള്ളതിൻ്റെ പേരിൽ അവർക്ക് പല പല വേദനകളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ ഓടി അതൊക്കെ ശരിയാക്കി കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ട്രിക്കും കൂടെ ചെയ്യാം. അപ്പോൾ മീൻ വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കെട്ടിലെ മീനാണ്, തോട്ടിലെ മീനല്ല, കെട്ടിലെ മീൻ. അപ്പോൾ മീനിൻ്റെ വെള്ളം റെഡിയായിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടതൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കുക. ഇപ്പോഴേ ഇളക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞ് ഇളക്കാൻ പറ്റില്ല, കാരണം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നേരത്തെ ഇളക്കുക. നേരത്തെ ഇളക്കി മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേണം ഇതിനെ വേവിക്കാനായിട്ട്. ഒരു കെട്ടിലെ മീനായത് കാരണം ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ വേകാനായിട്ട്. അപ്പോൾ ഇതിന് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് ഡയറക്റ്റ് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ, മീൻ പൊടിഞ്ഞു പോകും. അത്യാവശ്യം ചൂട് കൊള്ളുമ്പോൾ തന്നെ വേകും ഈ മീനെ. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് നല്ലോണം മൂടി വെക്കുക. ഒരു തിള ചെറുതായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വേപ്പില, കറിക്കൊരു രുചി കയറണമെങ്കിൽ വേപ്പിലയും കൂടെ കയറണമല്ലോ. അപ്പോൾ വേപ്പിലയും കൂടി ഇട്ട് മൂടി വെക്കുക. അത് ഒരു 5 മിനിറ്റ് അപ്പോഴേക്കും അത് റെഡിയാവും. അത് റെഡിയായി കഴിയുമ്പോഴേക്കും ഒരു 2 കഷ്ണം നമുക്ക് 2 കഷ്ണം പുട്ടിലേക്ക് ഇട്ടിട്ട് ഇത്തിരി ഗ്രേവി ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നോക്കണ വീഡിയോൻ്റെ അകത്തില്ല, ഞാനത് കഴിച്ച് കൊള്ളാം, ടേസ്റ്റായിരുന്നു. 2 പൊരിച്ച മീനും കൂടെ. ഇത് പിലോപ്പി 2 ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നതാണ്. മേജോ എഫ് ടേസ്റ്റാണ്, കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാ വീഡിയോ കിട്ടണതേ. അപ്പോൾ അടുത്ത വീഡിയോ മേജോ എഫ് കെ.